ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ കണ്ടക്ട് ചെയ്തിരുന്നു. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഈ ഒരു പോൾ ഞാൻ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു ക്ലയൻറ്റാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അവരറിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ആൾക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം അത് എന്നോട് തുറന്നു പറയാനുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഞങ്ങളുടെ ഇടയിൽ ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് എന്ന്. അവരത് പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്നാണ് എനിക്കും തോന്നിയത്. പക്ഷേ എല്ലാവരുടെയും ശരി അത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോൾ കണ്ടക്ട് ചെയ്തത്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ വായിൽ നിന്ന് തന്നെ അതറിയണം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ആളുകൾ അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പാർട്ട്നേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് അപ്രിയമായ സത്യമാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് റിലേഷൻഷിപ്പിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, അതായത് എനിക്കിത് അറിയേ വേണ്ട എന്ന് ക്ലിക്ക് ചെയ്ത ആളുകൾ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് പാർട്ട്നേഴ്സിന് അവരവരുടേതായ ഫ്രീഡം ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളവരാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് എനിക്ക് സോഴ്സ് ഒരു പ്രശ്നമല്ല, എനിക്ക് സത്യം അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്നവർ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ ഈ അപ്രിയമായ സത്യങ്ങൾ പലപ്പോഴും നമുക്ക് പാർട്ട്നേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവർക്ക് പാർട്ട്ണറിനോടും പാർട്ട്ണർക്ക് അവരോടും 100% ഓപ്പണായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു പോൾ കണ്ടക്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എത്ര പേര് ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സർവേ എടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു അവെയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പാണോ, കമ്മിറ്റ്മെൻ്റ് ആണോ, അതോ ഒരു ഓപ്പൺ പാർട്ട്ണർഷിപ്പാണോ? ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്താൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ വാല്യൂസ് സെയിം ആണോ എന്ന് മനസ്സിലാക്കാനും പറ്റും. റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ അൺഹാപ്പി ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനും നമുക്ക് പറ്റും. സോ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ. താങ്ക് യു. ബൈ.